ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോ ആദ്യം തന്നെ നമ്മുടെ ആകാശിനെയും ശ്രീദേവിയും തന്നെയായിട്ട് കാണിക്കുന്നത്. സമാധാനമുണ്ട്, ആദ്യത്തെ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മുടെ ആര്യന്റെയും മറ്റുള്ളവരുടെയും കാര്യം കാണിച്ച ആ ഒരു കഥയ്ക്ക് ഒരു മുന്നോട്ട് പോക്കി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു നാളത്തേക്ക് സ്റ്റക്കായിരുന്നു. എന്തായാലും നമ്മുടെ ആനന്ദിനെ കണ്ട് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ശ്രീദേവി ചന്ദനമൊക്കെ തൊടിച്ചു കൊടുക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ ആദ്യം തന്നെ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. പിന്നീട് നമ്മുടെ ബാലനും നമ്മുടെ ബാലൻ ഇങ്ങനെ ഗോമതിയുടെ ദേവമംഗലത്തേക്ക് വരുമ്പോൾ ആ ഒരു പറഞ്ഞു പോയ ഒരു ശീലം ഉണ്ടല്ലോ, ഗോമതി ബാഗ് അങ്ങാട് വെക്കുക ഇങ്ങാട് വെക്കുക എന്നൊക്കെ പറയുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മുടെ ബാലനെ നിർത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ ഗോമതി ആ വീട്ടിൽ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ ബാലൻ അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഗോമതിയുടെ പേര് വിളിച്ചിട്ടാട്ടോ നമ്മുടെ ബാലൻ കടയിൽ നിന്ന് വരുന്നത് തന്നെ. അപ്പൊ നമ്മുടെ മീനാക്ഷിക്കൊക്കെ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഒരു സങ്കടം ആവുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ ഗോമതിക്കാണെങ്കിലോ ഒരു പട്ടിയോ പൂച്ചയാണെങ്കിലും ഇറങ്ങിപ്പോയാൽ പോലും ആൾക്കാരൊന്ന് അന്വേഷിച്ച് ചെല്ലും. എനിക്ക് അത്ര പോലും വില തരാഞ്ഞിട്ടല്ലേ ബാലേട്ടൻ എന്നെ ഒന്ന് അന്വേഷിച്ച് വരാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി ഈ നമ്മുടെ ഹരന്റെ വീട്ടിലിരുന്ന് സങ്കടം പറച്ചിലാട്ടോ. അതിന് തൊട്ട് പിന്നാലെയാണ് നമ്മുടെ ബാലൻ ഇങ്ങനെ നമ്മുടെ ഗോമതിയെ കാണാൻ വേണ്ടി തന്നെയാണ്, അത് ഉറപ്പാണ്. നമ്മുടെ ആര്യന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗോമതി ഇത് കാണുന്നുണ്ട്, ഗോമതി ഓടി ചെല്ലുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബാലൻ നമ്മുടെ ഗോമതിയെ കണ്ട ഭാവം നടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഓടിപ്പോകുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ ഗോമതി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ മുന്നിൽ അച്ഛൻ താഴാതിരിക്കാൻ വേണ്ടിയല്ലേ അമ്മ ഇവിടെ വന്ന് താമസിക്കുന്നത്, അമ്മ ഒരൊറ്റൊരാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മയെ കുറ്റപ്പെടുത്തുന്ന ഒരു ആര്യനാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. മിക്കവാറും ആര്യന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആര്യൻ ആ ഒരു കുറ്റപ്പെടുത്തൽ മനഃപൂർവ്വം കുറ്റപ്പെടുത്തിയത് തന്നെ ആയിരിക്കും. നമ്മുടെ ഗോമതി തിരികെ നമ്മുടെ ബാലന്റെ ദേവമംഗലത്തേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ആര്യൻ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കും. ഒരിക്കലും നമ്മുടെ ആര്യൻ അറിഞ്ഞുകൊണ്ട് അമ്മയുടെ ആ ഒരു മനസ്സ് നോവിപ്പിക്കുന്ന വാക്കുകളൊന്നും അങ്ങനെ പറയാറില്ല, പറഞ്ഞ ശീലവുമില്ല. നമ്മൾക്കറിയാം നമ്മുടെ ആര്യനെ അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ ഗോമതിയെ തിരികെ നമ്മുടെ ബാലന്റെ അരികിലേക്ക് വിടാൻ തന്നെയാണ് നമ്മുടെ ആര്യന്റെയും ശ്രമം. അപ്പൊ ഇനി എങ്ങനെയൊക്കെ തീരുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.